ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡത്തിലെ 30-ാം സർഗമാണ്. കഴിഞ്ഞ സർഗത്തിൽ സുഗ്രീവൻ സീതയെ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന വിവരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതേപ്പറ്റി അറിയാത്ത ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ പുറത്തുപോയ ആ സമയത്ത് സീതയെ ഓർത്ത് വിചാരപ്പെടുന്നത് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ആരംഭിക്കുന്നത്. എൻ്റെ വിയോഗം മൂലം മൃദുല മനസ്സുള്ള അവൾ വല്ലാതെ ദുഃഖം അനുഭവിക്കുന്നുണ്ടാകും. സരസ്സുകളിലും നദികളിലും കുളങ്ങളിലും എന്ന് വേണ്ട, എവിടെയെല്ലാം അന്വേഷിക്കാമോ അവിടെയെല്ലാം അന്വേഷിച്ച് അലഞ്ഞ് നടക്കുന്ന എനിക്ക് സ്വസ്ഥത കിട്ടുന്നേയില്ല. ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ദുഃഖം പൂണ്ട് വിഷാദത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് പുറത്തു പോയിരുന്ന ലക്ഷ്മണൻ വരുമ്പോൾ ചിന്താവിഷ്ടനായിരിക്കുന്ന ജ്യേഷ്ഠനെ കാണുമ്പോൾ പറയുകയാണ്, ജ്യേഷ്ഠ, കാമവശകനായി സ്വന്തം പൗരുഷത്തെ അടിമപ്പെടുത്തുന്നത് എന്തിനാണ്? സമാധിയെ വിഷാദം ഇല്ലാതാക്കും. യോഗശക്തി കൊണ്ട് കീഴടക്കാനാവാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല. ആകയാൽ കർമ്മ നിർവഹണത്തിനൊരുങ്ങി മനോദാർഢ്യം കൈക്കൊള്ളുക. സമാധി യോഗാനുഗതമായി അക്കാലത്തെ വീക്ഷിക്കുക. സ്വകർമ്മഹേതുവായ സഹായ സാമർഥ്യത്തെ കൈക്കൊണ്ടാലും. ജാനകീദേവി അങ്ങയാൽ സനാഥയാണ്. അവളെ അന്യർക്ക് ലഭ്യമല്ല. യരതിയെ സമീപിക്കുന്ന ആരും രക്ഷപ്പെട്ട ചരിത്രം ഇല്ല. ആകയാൽ സീതയെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞത് ഹിതവും ബദ്ധ്യവും നീതിയുക്തവും തന്നെ. അത് ധർമാർത്ഥയുക്തവും സമനീതിയോട് കൂടിയതുമാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ആകാശം തെളിമയാർന്നിരിക്കുന്നു. നദികളിലെ കുത്തൊഴുക്ക് കുറഞ്ഞു. ദിക്കുകൾ തെളിയപ്പെട്ടതായി കാണുന്നു. ഏറെ നാളുകൾക്ക് ശേഷം പൊടി ധാരാളമായി പൊങ്ങിത്തുടങ്ങി. അന്യോന്യ ശത്രുതയുള്ള രാജാക്കന്മാർക്ക് ഇപ്പോൾ ഏറ്റുമുട്ടലിനുള്ള കാലമായിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും കാലാവസ്ഥ മാറിയതിൻ്റെ വ്യത്യാസം അനുഭവപ്പെടുന്നു. ആ മഴ ശമിച്ചതിൻ്റെ ഫലമായി ഘോര വിഷസർപ്പങ്ങൾ പൊത്തുകളിൽ ഏറെ നാൾ കിടന്നതിന് ശേഷം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സാരസ പക്ഷികളുടെ മനോഹരമായ നിര വിളഞ്ഞ നെൽക്കതിരുകൾ ഭക്ഷിച്ചതിന് ശേഷം ആകാശത്തിൽ ഉലാത്തുകയാണ്. തെളിഞ്ഞ വെള്ളം, പൂവിൻ്റെ ചിരി, ക്രൗഞ്ചങ്ങളുടെ കൂകൽ, വിളഞ്ഞ നെൽപ്പാടം, മന്ദമാരുതൻ, മേഘാവൃതമല്ലാത്ത ചന്ദ്രൻ, ഇവയെല്ലാം വർഷകാലം കഴിഞ്ഞെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരസ്പരം ശത്രുതയുള്ള രാജാക്കന്മാർക്ക് ഇപ്പോൾ യുദ്ധം തുടങ്ങേണ്ട കാലം ആയിരിക്കുന്നു. എന്നാൽ ഇവിടെ ആ ലക്ഷണങ്ങൾ കാണുന്നില്ല. നമ്മളുടെ ആവശ്യങ്ങൾ നടത്തിത്തരാമെന്ന് സത്യം ചെയ്ത സുഗ്രീവനെയും കാണാൻ കഴിയുന്നില്ല. നൂറ്റാണ്ട് പോലെ ദൈർഘ്യം തോന്നിയ 4 വർഷകാല മാസങ്ങൾ കഴിഞ്ഞുപോയി. സീതയെ കാണാതെ എനിക്ക് അസഹ്യമായ ദുഃഖം വന്നുപെട്ടിരിക്കുന്നു. ചക്രവാക പക്ഷിയെ പോലെ ഭർത്താവിൻ്റെ പിന്നാലെ കാട്ടിലേക്ക് പോന്നവളാണ് അവൾ. കഠിനമായ ദണ്ഡകാരണ്യത്തെ ഉദ്യാനം പോലെ കണ്ട ശ്രേഷ്ഠയായ സീതയാണ് അത്. ആ സീത വേർപെട്ട് ദുഃഖാർത്ഥനും രാജ്യം നഷ്ടപ്പെട്ടവനും വനവാസത്തിന് നിയുക്തനുമായ എന്നില് സുഗ്രീവന് യാതൊരു മമതയും ഉള്ള ലക്ഷണം കാണുന്നില്ല. അനാഥനും രാവണന്റെ ധിക്കാരം സഹിക്കുന്നവനും വീട്ടിൽ നിന്ന് വളരെ അധികം എന്നെ ആശ്രയിച്ചവനുമാണ് രാമൻ എന്ന ചിന്ത സുഗ്രീവനുള്ളതായി തോന്നുന്നു. ആ ചിന്ത മൂലമാണ് എന്നെ അവഗണിക്കുന്നത്. സീതയെ കണ്ടുപിടിക്കുവാൻ കാലം തീരുമാനിച്ച് സത്യം ചെയ്തതിന് ശേഷം അതേക്കുറിച്ച് ഇപ്പോൾ സുഗ്രീവൻ ഓർക്കുന്നേയില്ല. അതിനാൽ കിഷ്കിന്ധയിലേക്ക് പോയി ബുദ്ധിയില്ലാത്തവനായ സുഗ്രീവനോട് ഞാൻ പറയുന്നതായ വിവരങ്ങൾ പറയുക. ഉപകാരം സ്വീകരിച്ച ശേഷം പകരം പ്രതീക്ഷ നൽകി അതിനെ ഇല്ലാതാക്കുന്നവൻ ലോകത്തിലെ പുരുഷന്മാരിൽ അധമനാകുന്നു. വാക്ക് നൽകിയ ശേഷം ശുഭമായാലും അശുഭമായാലും അത് നിറവേറ്റുന്നവൻ പുരുഷോത്തമനാകുന്നു.
ഉപകാരം ചെയ്തതിന് ശേഷം പ്രത്യുപകാരം ചെയ്യാതെ പോയിരിക്കുന്നവർ മരിച്ചാൽ അവൻ്റെ ശവം മാംസഭോജികൾ ഭക്ഷിക്കുകയില്ല. യുദ്ധത്തിലെ എൻ്റെ പൊൻപിടിയുള്ള ചാപത്തെ ഞാണേറ്റി ആഞ്ഞു വലിക്കുന്നതിൻ്റെ മിന്നൽ വെടിവ് കാണാൻ നീ ഇച്ഛിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ പരാക്രമത്തെപ്പറ്റി നന്നായി അറിയാവുന്ന സുഗ്രീവ, നിനക്ക് ആ വിധ ചിന്തകൾ ഒട്ടും തന്നെ ഇല്ലേ? ഉദ്യമം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം ലക്ഷ്യം നേടിയതിന് ശേഷം നീ മറന്നുവോ? അന്നത്തെ തീരുമാനമനുസരിച്ചുള്ള 4 വർഷകാലം 4 മാസക്കാലം അഥവാ ഒരു മഴക്കാലം കഴിഞ്ഞു പോയത് നീ ഓർക്കുന്നില്ലേ? ദുഃഖത്തിൽപ്പെട്ടിരിക്കുന്ന എൻ്റെ കാര്യങ്ങൾ നീ ചിന്തിക്കുന്നില്ലേ? ഞാൻ ക്രുദ്ധനായി തീർന്നാലുള്ള അവസ്ഥ എന്താണ് എന്ന് സുഗ്രീവനെ അറിയിക്കൂ. ബാലി പോയ വഴിയെ പോകാൻ ഇടയാക്കാതിരിക്കൂ. 4 മാസം മുമ്പ് ഞാൻ ബാലിയെ മാത്രമേ കൊല്ലുകയുണ്ടായുള്ളൂ. സത്യത്തെ അതിൽ ലംഘിക്കുന്ന നിന്നെ ബന്ധുവർഗത്തോടൊപ്പം ഉന്മൂലനം ചെയ്യും എന്ന് നീ ഓർത്താലും. അല്ലയോ ലക്ഷ്മണ, ഇത്രയും വിവരങ്ങൾ സുഗ്രീവനോട് പറഞ്ഞാലും ഹിതമായിരിക്കുന്നത് ഏതാണോ അത് സുഗ്രീവനെ വേണ്ട രീതിയിൽ അറിയിക്കുക. ധർമ്മം എന്തെന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെടുക. എൻ്റെ ശരങ്ങൾ മൂലം ബാലിയുടെ സമീപം എത്തി ബാലിയെ പെട്ടെന്ന് കാണാൻ ഇടയാക്കാതിരിക്കുക. രാമൻ കോപവാനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ സുഗ്രീവനോട് ഏറ്റുമുട്ടാൻ എന്ന വിണ്ണം പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. കോപാകുലനായി പുറപ്പെട്ട ലക്ഷ്മണനെ അവിവേകമൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നതെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.